ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനൊപ്പം നേരിട്ട് കളത്തിലിറങ്ങിയ അമേരിക്കയും ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് മാരക പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി അമേരിക്ക ആക്രമണം നടത്തിയത്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രയേൽ നഗരങ്ങളിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു. ടെലവീവിലും ഹൈഫയിലും ബഹുനില കെട്ടിടങ്ങൾ നിലംപൊത്തി. അമേരിക്കയുടേത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നുമാണ് ഇറാന്റെ പ്രതികരണം. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ സമ്പൂർണ്ണമായി നശിപ്പിക്കാൻ B-2 ബോംബ് വിമാനങ്ങൾ വേണമെന്ന ഇസ്രയേലിന്റെ സമ്മർദ്ദത്തിന് ഒടുവിൽ അമേരിക്കയും ഡൊണാൾഡ് ട്രംപും വഴങ്ങി. ഇന്ത്യൻ സമയം പുലർച്ചെ 4 മണിക്ക് ഇറാനിലെ ഫോർദോ, നഥാൻസ്, ഇസ്ഫാൻ എന്നീ ആണവ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ബങ്കർ ബസ്റ്റർ ബോംബുകളും 30 ടോമോഹാക്ക് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 6 B-2 സ്റ്റെൽത്ത് ബോംബറുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. 13,600 കിലോഗ്രാം ഭാരമുള്ള GBU-57 വഹിക്കാൻ B-2 വിമാനത്തിന് മാത്രമേ കഴിയൂ. വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിലിരുന്ന് ഡൊണാൾഡ് ട്രംപ് സൈനിക നടപടി തത്സമയം വിലയിരുത്തി. അതിശയകരമായ സൈനിക വിജയം എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വിശദീകരണം. Tonight I can report to the world that the strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. ഇറാൻ സമാധാനത്തിന് തയ്യാറായില്ലെങ്കിൽ ഇതിലും കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചരിത്രം തിരുത്തിക്കുറിക്കുന്ന തീരുമാനമെന്ന് ട്രംപിനെ അഭിനന്ദിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. ആക്രമണത്തിൽ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും ആണവ പദ്ധതി തുടരും എന്നുമാണ് ഇറാന്റെ മറുപടി. ആണവ ചോർച്ചയില്ല എന്ന് ഇറാൻ ആണവ ഏജൻസിയും പ്രതികരിച്ചു. അമേരിക്കയുടേത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം. UN രക്ഷാസമിതി ഉടൻ ചേരണമെന്നും അമേരിക്കൻ ആക്രമണത്തെ അപലപിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24.